ജനുവരി 11-നാണ് ആദ്യം ഇതിലൊരു കള്ളപ്പണവുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം ഇടപാട് ഉണ്ട് എന്ന തരത്തിലൊരു പരാതി കൊടുക്കുന്നത്. അപ്പോൾ 2 വർഷത്തിന് പുറത്തേക്കാണ് ഇവിടെ ഒരു ED റെയ്ഡ് നടക്കുന്നത്. എന്താ തോന്നുന്നു, നീതിയിലേക്ക് അടുക്കുന്നുണ്ടെന്നാണോ? അല്ല, തീർച്ചയായിട്ടും ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു ഇടപെടലാണ് ഇന്ന് ഈ തരത്തിലുള്ള ഒരു ED ആക്ഷനിലേക്ക് പോയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇത് തുടക്കം മുതലേ ഈ അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ വലിയ ശ്രമങ്ങളാണ് ഇവർ ലിറ്റിഗേഷനിലൂടെ വ്യവഹാരങ്ങളിലൂടെ നടത്തുന്നത്. ഇപ്പം ഈ SFI അന്വേഷണം പൂർത്തീകരിച്ചു. SFIയുടെ കുറ്റപത്രം കോടതി സമർപ്പിച്ചു. അതിന് വീണ മൂന്നാം പ്രതി എന്ന് പറഞ്ഞാൽ കമ്പനി ലോ അനുസരിച്ച് നടത്തിയ എൻക്വയറി. ആ കമ്പനി അനധികൃതമായി ഏതെങ്കിലും തരത്തിലുള്ള സ്വത്ത് ഏതെങ്കിലും തരത്തിലുള്ള സേവനം നൽകിയിട്ടല്ല ആ കമ്പനി പണം കൈപ്പറ്റിയിട്ടുള്ളത് വളരെ വ്യക്തമായി ആ കുറ്റപത്രത്തിലുണ്ട്. അപ്പം ആ കുറ്റപത്രത്തിൽ PML ആക്ട് പ്രകാരം അന്വേഷിക്കേണ്ട കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ആ കുറ്റപത്രത്തിൻ്റെ ഭാഗം. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രോസിക്യൂഷൻ നടപടി തടസ്സപ്പെടുത്താൻ വേണ്ടി ഡൽഹി ഹൈക്കോടതിയിൽ അവർ സ്റ്റേ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇതിന്മേൽ ED അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ നൽകിയ പരാതിയിൽ ED ഇവർക്ക് നോട്ടീസ് അയക്കുന്ന സാഹചര്യം ഉണ്ടായി. ആ നോട്ടീസിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് കേരള ഹൈക്കോടതിയിൽ നിന്നും ഇവർ വാങ്ങിച്ച ഒരു സ്റ്റേ ആണ് ഇന്നലെ ഹൈക്കോടതി നീങ്ങിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ED എൻക്വയറിക്ക് നിലവിൽ ഇപ്പോൾ നിയമപരമായ തടസ്സമില്ലാത്തതുകൊണ്ടാകാം ഇത്തരത്തിലുള്ള ഒരു ആക്ഷനിലേക്ക് ED പോയത്. ഇതേ കേസിലെ മറ്റൊരു രാഷ്ട്രീയ നേതാവ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിലും ഹൈക്കോടതിയും സുപ്രീം കോടതിയും സമീപിച്ച സമയത്തൊക്കെ കേസെടുക്കാൻ അല്ലെങ്കിൽ അന്വേഷണം ആ ഒരു അപേക്ഷ തള്ളുകയാണ്, അല്ലെങ്കിൽ ഹർജി തള്ളുകയാണ് ചെയ്തത്. ഇപ്പോൾ ED റെയ്ഡ് നടക്കുന്ന സമയത്ത് അല്ല, അതിന് ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് കൂടുതൽ സാമ്പത്തിക തിരിമറികൾ നടന്ന ഒരു കേസാണ്. മാത്രമല്ല ഇതിലേക്ക് വിജിലൻസിന് പോകണമെന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ എൻട്രി ചെയ്യണം. ഇവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് വീണ വിജയനാണ്. വീണ കുറ്റക്കാരിയാണെന്ന് തെളിഞ്ഞാൽ വീണയുമായിട്ട് അനധികൃതമായ സാമ്പത്തിക ഇടപാട് നടന്നു എന്ന് തെളിയുന്നിടത്ത് മാത്രമേ വിജിലൻസ് ഉൾപ്പെടെയുള്ളവർക്ക് സ്കോപ്പുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിജിലൻസ് എൻക്വയറിക്ക് കൊടുത്തിട്ട് കാര്യമില്ല. ഇവിടെ SFI എൻക്വയറിയാണ് നടന്നത്. ആ എൻക്വയറി പൂർത്തീകരിച്ചു. വീണ ആ കേസിൽ മൂന്നാം പ്രതിയാണ്. ഒരുപക്ഷെ കേരളം ചർച്ച ചെയ്യാത്തൊരു വിഷയമാണ്. വീണ ആ കേസിൽ മൂന്നാം പ്രതിയാണ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ യാതൊരു സേവനം നൽകാതെ മുഖ്യമന്ത്രിയുടെ മകൾ ഇത്തരത്തിൽ പണം കൈപ്പറ്റിയിട്ടുണ്ട്. ആർക്ക് വേണ്ടിയാണെന്നുള്ളത് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഭാഗമായി ED എൻക്വയറി വരുമ്പോൾ മുഖ്യമന്ത്രിയും മകളും അറസ്റ്റ് ചെയ്യപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ വരുന്ന വാർത്ത അല്ല, നിങ്ങൾ വഴി വരുന്ന വാർത്തയല്ലെന്ന് എനിക്കും അറിയത്തുള്ളൂ. എനിക്ക് അതിനപ്പുറത്തൊരു കാര്യങ്ങൾ അറിയില്ല. EDയുടെ അന്വേഷണം നടക്കട്ടെ. ED മാത്രമല്ല, ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, SFIയും EDയും അതുപോലെ തന്നെ CBIയും ഈ കേസിലുണ്ടാകണം. കാരണം അടുത്ത ഘട്ടത്തിൽ കേരളത്തിൽ ഇവരിൽ നിന്നും പണം കൈപ്പറ്റിയിട്ടുള്ള പിണറായി വിജയൻ മാത്രമല്ല, ആയിരക്കണക്കിന് ആളുകളുടെ ലിസ്റ്റാണ് കോടതിയിൽ ഇരിക്കുന്നത്. ആ ലിസ്റ്റ് ഞാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അത് തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ കൊടുത്ത ഹർജി അതിലും സ്റ്റേ മേടിച്ച് വെച്ചേക്കാം. അപ്പോൾ അതും കേരള ഹൈക്കോടതി പരിഗണനയിലാണ്. അതും എനിക്ക് അനുകൂലമായൊരു വിധി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. സ്വാഭാവികമായിട്ടും കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഇന്ന് മാന്യന്മാരെന്ന് നിങ്ങളൊക്കെ വിലയിരുത്തിയിട്ടുള്ള പലരും അതിൽ ആ ലിസ്റ്റിലുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഈ മുഖ്യമന്ത്രി അല്ലാത്ത പിണറായി വിജയനിലേക്ക് ഈ അന്വേഷണം വരുമ്പോൾ കൂടുതൽ ഊർജ്ജത്തോടെ പോകാനാകുമെന്നാണ്. അല്ല, സംസ്ഥാനത്ത് എത്രയോ മുഖ്യമന്ത്രിമാരെ ED റെയ്ഡ് ചെയ്തിട്ടുണ്ട്, അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം മുഖ്യമന്ത്രിയാണോ അല്ലയോ എന്നുള്ളത് BJPയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ EDയെ സംബന്ധിച്ചിടത്തോളം ബാധിക്കുന്ന വിഷയമല്ല. BJP ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തിരിച്ചു വ്യത്യാസമൊന്നുമുണ്ട്. ഇപ്പം മുഖ്യമന്ത്രിയായിരുന്ന എത്രയോ വ്യക്തികളെ പേടിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെയാണോ പ്രതിപക്ഷത്തിരിക്കുന്ന പിണറായി വിജയൻ? അതൊന്നും EDയെ സംബന്ധിക്കുന്നൊരു പ്രശ്നമല്ലെന്ന് കാലം തെളിയിച്ചിട്ടുണ്ടല്ലോ. അല്ല, കുറേ കാലം ഭയപ്പെടണം. CPM ഭയപ്പെടണം, അതിനൊരു സംശയം വേണ്ട. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ, സാമ്പത്തിക തിരിമറി നടത്തിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ മന്ത്രി റിയാസിൻ്റെ പ്രതികരണം വന്നു, കുറ്റം ചെയ്തിട്ടുണ്ട്, കൈക്കൂലി മേടിച്ചിട്ടുണ്ടെങ്കിൽ മോദി ഭരിക്കുന്ന ഇന്ത്യയിൽ ഭയപ്പെടുക തന്നെ ചെയ്യണം. അത് തുടർന്നുള്ള ദിവസങ്ങളിൽ അവർക്ക് മനസ്സിലാവും. ഷോൺ ആണ് ഈ വിഷയത്തിൽ സംസാരിച്ചത്. ഷോൺ പറഞ്ഞത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മകളും അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന തരത്തിലാണ് ഷോണിൻ്റെ പ്രതികരണം വന്നത്. ഏതായാലും ഇപ്പോൾ ഡാനി പോളും ഡാൻ കുര്യനും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഡാൻ കുര്യൻ, ഏറ്റവും പ്രധാനപ്പെട്ട വിവരമനുസരിച്ച് റെയ്ഡ് ഇപ്പോൾ 3.5 മണിക്കൂറിലേക്ക് കടക്കുകയാണ്. ഉദ്യോഗസ്ഥരൊന്നും പുറത്തേക്ക് വന്നിട്ടില്ലല്ലോ, അല്ലേ? എന്തെങ്കിലും വിവരം ലഭ്യമാകുന്നുണ്ടോ? ചോദ്യം ചെയ്യലടക്കം പിണറായി വിജയനെയോ മകളെയോ മറ്റോ ചോദ്യം ചെയ്യുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ? അത്തരം സൂചനകൾ എന്തെങ്കിലും ഉണ്ടോ? അതായത് ഈ ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ ഇതിന്റെ അന്വേഷണം മരവിപ്പിക്കണമെന്ന് അല്ലെങ്കിൽ അത് തള്ളണമെന്ന്
ഹർജി തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതി പുനരന്വേഷണത്തിന് ഉത്തരവിടുന്നത്. അതിന് പിന്നാലെയാണ് ഒരു മിന്നൽ പരിശോധന എന്ന രൂപത്തിൽ ഇന്ന് പുലർച്ചെ മുതൽ 12 ഇടങ്ങളിൽ ഈ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എടുത്തു പറയുന്ന കാര്യം CMRLന്റെ ഉന്നത ഉദ്യോഗസ്ഥരുടെ വീടുകളിലടക്കം പരിശോധന നടക്കുന്നുണ്ട്. എക്സലോജിക് സൊല്യൂഷൻസിന്റെ ബംഗളൂരുവിലെ ഓഫീസിലും ആ പരിശോധന രാവിലെ തുടങ്ങിയ പരിശോധന അങ്ങനെ തന്നെ തുടരുകയാണ്. തിരുവനന്തപുരത്ത് രാവിലെ 7:15 ബേക്കറി ജംഗ്ഷനിലുള്ള മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാടക വീട്ടിൽ ED സംഘം എത്തുന്നത്. 7:15 തുടങ്ങിയ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ഒരുപക്ഷെ വീണ വിജയനിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുകയായിരിക്കും ഈ ഘട്ടത്തിലെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. മറ്റ് ഔദ്യോഗികമായ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. നമുക്കറിയാവുന്നതുപോലെ 1.72 കോടി രൂപ 2018 2021 ഇടയിൽ എക്സാലോജിക് സൊല്യൂഷൻസിന് നിയമവിരുദ്ധമായി CMRL കൈമാറിയെന്നാണ് ഈ ആരോപണം. ആ ആരോപണത്തിലാണ് ഈ പരിശോധന തുടരുന്നത്. അത് അനധികൃതമായിട്ടാണ് ഈ പണം കൊടുത്തത്, അത് കള്ളപ്പണമാണ് എന്ന ആരോപണത്തിലാണ് ഇപ്പോൾ ഈ പരിശോധനകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ തിരുവനന്തപുരത്തെ മറ്റൊരു ഫ്ളാറ്റ് കേന്ദ്രീകരിച്ചുകൂടി പരിശോധന നടക്കാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു സൂചനയുണ്ട്. പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു പരിശോധന ആരംഭിച്ചിട്ടില്ല. എന്തായാലും രാവിലെ തുടങ്ങിയ പരിശോധന 3 മണിക്കൂർ പിന്നിടുമ്പോഴും അങ്ങനെ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് CMRL എക്സാലോജിക് അഴിമതി കേസിൽ ഇപ്പോൾ പിണറായി വിജയന്റെ വീടുകളിൽ റെയ്ഡ് പുരോഗമിക്കുന്നു എന്നുള്ള അതിനിർണായക വിവരമാണ് പ്രേക്ഷകർക്കായി നൽകാനുള്ളത്. റെയ്ഡ് ഏതാണ്ട് 3.5 മണിക്കൂറിലേക്ക് കടക്കുകയാണ്. രാവിലെ 6 മണിക്കാണ് ഈ റെയ്ഡ് ആരംഭിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിശ്വസനീയമായ വിവരം. 6 മണി മുതൽ റെയ്ഡ് തുടരുകയാണ്. ഇപ്പോൾ കണ്ണൂരിലെ വീടിന് മുന്നിൽ P ജയരാജനുണ്ട് എന്നുള്ള കാര്യം കൂടി പുറത്തു വരുന്നുണ്ട്. CPM ഇതിനെ ഏറ്റെടുത്തു കഴിഞ്ഞു. സംഘപരിവാറിന്റെ അജണ്ടയാണ് ഇതിന് പിന്നിലെന്നാണ് CPM കേന്ദ്ര നേതൃത്വമടക്കം ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരണവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. BJPയുടെയും കോൺഗ്രസിന്റെയും സംയുക്ത ഓപ്പറേഷനാണ് എന്ന് P ജയരാജൻ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. മോദി സതീശൻ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയുള്ള റെയ്ഡിനെ സംശയാസ്പദമായി ചില CPM കേന്ദ്രങ്ങൾ കാണുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. റെയ്ഡിന് മുന്നിൽ കൃത്യമായ ആസൂത്രണമുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി, അത്തരത്തിലുള്ള ആരോപണങ്ങൾ കൂടി CPM ഹാൻഡിലുകളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. കണ്ണൂരിലെ പിണറായിയുടെ വീടിന് മുന്നിൽ CPM പ്രവർത്തകരുടെ വലിയ കൂട്ടമുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ നൽകാനുള്ളത്. ഏതായാലും വീണ വിജയൻ ഉള്ളത് തലസ്ഥാനത്തെ വീട്ടിലാണ്. അവിടെ തന്നെ പിണറായി വിജയനുമുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ വാർത്താ സമ്മേളനം അല്പസമയത്തിൽ ഉണ്ടാകുമെന്ന വിവരം കൂടിയുണ്ട്. ഏതായാലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിയമ നടപടികളുമായി ബന്ധപ്പെട്ട് ചില നീക്കങ്ങൾ കൂടി CPM കേന്ദ്രങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ 2 ദിവസം കോടതി അവധിയാണ് എന്നുള്ള വിവരങ്ങൾ കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വെക്കണം. ഡാനി ഇപ്പോൾ കൂടി ചേരുന്നു. ഡാനി, കൊച്ചിയിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.